രാവിലെ എഴുന്നേറ്റ് ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്ക് മക്കൾ സ്ഥിരം ടി വിൻ്റെ മുന്നിലിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞപ്പൻ വന്നത്. അപ്പോൾ കുഞ്ഞപ്പൻ എൻ്റെ സ്വന്തം അനിയത്തിയുടെ മോനാണ് കേട്ടോ. അവളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവൾ രാവിലെ മോൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവൾക്ക് കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടീനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പനെ കണ്ടപ്പോഴത്തേക്ക് ആ താട്ടന്മാരൊക്കെ ഭയങ്കര കളിയാണ്. അപ്പോൾ നന്ദുവിൻ്റെ ഡെലിവറി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് അവളെയും കുട്ടികളെയും തിരിച്ച് കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് ഞായറാഴ്ച. അപ്പോൾ ഞാൻ പെട്ടെന്നുള്ള വരവായതുകൊണ്ട് എനിക്ക് പിന്നെ അവളെ കാണാൻ പറ്റിയില്ല. അല്ലെങ്കിലും അവൾ പോകുന്ന സമയത്ത് ഞാൻ വരില്ല എന്ന് ആദ്യം വിചാരിച്ചതായിരുന്നു. കാരണം ഈ പോകുന്നൊരു ദിവസം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാണല്ലേ. അപ്പോൾ പിന്നെ പെട്ടെന്നായാലും നമ്മളെ വരവും കാര്യങ്ങളൊക്കെ ഉണ്ടത്. അപ്പോൾ കുഞ്ഞപ്പൻ രാവിലെ വന്നപ്പോൾ കുഞ്ഞപ്പൻ നല്ല കളിയായിട്ട് ഫോൺ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അവന് 2-3 പല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞപ്പൻ്റെ അച്ഛൻ ഗൾഫിലാണ് കേട്ടോ. ആൾ പോയിട്ട് ഇപ്പോൾ 1 വർഷം ആവുന്നേ ഉള്ളൂ. കുഞ്ഞപ്പൻ്റെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കിന് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് താട്ടന്മാരും കുട്ടികളൊക്കെ നല്ല കളിയാണ്. അപ്പോൾ അച്ഛനും അമ്മയും പണിക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മൂട്ടിയും കുട്ടികളും തന്നെ വീട്ടിലുള്ളൂ. അപ്പോൾ അമ്മൂട്ടി ഇങ്ങനെ ഓരോ പണി അടിക്കലും തുടക്കലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എനിക്കെന്തോ ഇവിടെ എത്തിയത് കഴിഞ്ഞാൽ പിന്നെ കയ്യിനും കാലിനും വല്ല തളർവാദം പിടിച്ച മാതിരിയാണ്, ഒന്നിനും വയ്യ കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ കുഞ്ഞപ്പൻ്റെ അമ്മ വന്നിട്ടോ, അതായത് അനിയത്തി വന്നു. പിന്നെ ഞങ്ങളെല്ലാം കൂടെ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ.